പേപ്പൽ കോൺക്ലേവ് ആദ്യ റൗണ്ട് തെരഞ്ഞെടുപ്പിൽ പുതിയ പാപ്പയെ കണ്ടെത്താനായില്ല. 3 മണിക്കൂറിലേറെ നീണ്ടുനിന്ന വോട്ടെടുപ്പ് പ്രക്രിയയിൽ ആർക്കും 3-2 ഭൂരിപക്ഷം നേടാനായില്ല. മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തിട്ടില്ലെന്ന് സൂചിപ്പിക്കുന്ന കറുത്ത പുകയാണ് ഇറ്റാലിയൻ സമയം 9 മണിയോടെ സിസ്റ്റീൻ ചാപ്പലിനു മുകളിൽ ഘടിപ്പിച്ച പുകക്കുഴലിൽ നിന്ന് ഉയർന്നത്. കറുത്ത പുകയാണെങ്കിൽ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തിട്ടില്ലെന്നും വെളുത്ത പുകയാണെങ്കിൽ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തു എന്നുമാണ് സൂചിപ്പിക്കുന്നത്. ഫലം കാത്ത് സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ജനം രാത്രി വൈകിയും കാത്തുനിന്നു. 3-2 ഭൂരിപക്ഷത്തോടെ പാപ്പ തെരഞ്ഞെടുക്കപ്പെടുന്നത് വരെ ഇന്നു മുതൽ ദിവസവും 4 തവണ വോട്ടെടുപ്പ് നടക്കും. 5 ഭൂഖണ്ഡങ്ങളിലും 71 രാജ്യങ്ങളിൽ നിന്നുമുള്ള വോട്ടവകാശമുള്ള 133 കർദിനാൾമാരാണ് കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. 89 വോട്ട് ലഭിക്കുന്നയാൾ കത്തോലിക്ക സഭയുടെ ഇടയനാകും. പേപ്പൽ കോൺക്ലേവ് ആദ്യ റൗണ്ട് തെരഞ്ഞെടുപ്പിൽ പുതിയ പാപ്പയെ കണ്ടെത്താനായില്ല. 3 മണിക്കൂറിലേറെ നീണ്ടുനിന്ന വോട്ടെടുപ്പ് പ്രക്രിയയിൽ ആർക്കും 3-2 ഭൂരിപക്ഷം നേടാനായില്ല. മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തിട്ടില്ലെന്ന് സൂചിപ്പിക്കുന്ന കറുത്ത പുകയാണ് ഇറ്റാലിയൻ സമയം 9 മണിയോടെ സിസ്റ്റീൻ ചാപ്പലിനു മുകളിൽ ഘടിപ്പിച്ച പുകക്കുഴലിൽ നിന്ന് ഉയർന്നത്. കറുത്ത പുകയാണെങ്കിൽ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തിട്ടില്ലെന്നും വെളുത്ത പുകയാണെങ്കിൽ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തു എന്നുമാണ് സൂചിപ്പിക്കുന്നത്. ഫലം കാത്ത സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ജനം രാത്രി വൈകിയും കാത്തുനിന്നു. 3-2 ഭൂരിപക്ഷത്തോടെ പാപ്പ തെരഞ്ഞെടുക്കപ്പെടും വരെ ഇന്നു മുതൽ ദിവസവും 4 തവണ വോട്ടെടുപ്പ് നടക്കും. 5 ഭൂഖണ്ഡങ്ങളിലും 71 രാജ്യങ്ങളിൽ നിന്നുമായി വോട്ടവകാശമുള്ള 133 കർദിനാൾമാരാണ് കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. 89 വോട്ട് ലഭിക്കുന്നയാൾ കത്തോലിക്ക സഭയുടെ ഇടയനാകും.